ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ആദിയിൻ നേരത്തിലും മഹാവ്യാധിയിൻ കാലത്തിലും ആശ്വാസം നൽകിടും താൻ ആമോദമേകിടുമേ. ആദിയിൻ നേരത്തിലും മഹാവ്യാധിയിൻ കാലത്തിലും ആശ്വാസം നൽകിടും താൻ ആമോദമേകിടുമേ. ആപത്തു നേരത്തിലും ശോകവേളയിലും ആശ്രയമേകിടുമേ. ആനന്ദം നൽകിടുമേ. ആശ്രയമേകിടുമേ. ആനന്ദം നൽകിടുമേ. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ആരാധിച്ചാർത്തിടുമ്പോൾ ചങ്ങലകൾ തകർന്നിടുമേ. ആർപ്പോടെ സ്തുതിച്ചിടുമ്പോൾ കോട്ടകൾ ഉടഞ്ഞിടുമേ. ആരാധിച്ചാർത്തിടുമ്പോൾ ചങ്ങലകൾ തകർന്നിടുമേ. ആർപ്പോടെ സ്തുതിച്ചിടുമ്പോൾ കോട്ടകൾ ഉടഞ്ഞിടുമേ. ആത്മാവിൽ ആരാധിച്ചാൽ വാതിലുകൾ തുറന്നിടും. അത്ഭുത മന്ത്രിയാകും രാജാധിരാജാവിനെ. അത്ഭുത മന്ത്രിയാകും രാജാധിരാജാവിനെ. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉയിരുള്ള കാലവും
ആരാധിക്കും ഞാൻ, മതിമറന്നാരാധിക്കും, മഹിമയിൽ ആരാധിക്കും ഞാൻ, മതിമറന്നാരാധിക്കും. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി വീണ്ടും ഒരിക്കൽ കൂടെ ദൈവജനത്തിന് മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ അപ്പൻ എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ മുന്നമേ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പസമയം ഇന്ന് ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തെല്ലാമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളിന്ന് അനേകർ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാനും തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവയെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുന്നതിനും അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നും ചിന്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 15-16 വാക്യം. അതിപ്രകാരമാണ്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പിറകെ പോകുന്നതിനായിട്ട് കർത്താവായ യേശുക്രിസ്തു വിളിച്ചതാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിറകെ പോകുമ്പോൾ നമ്മൾക്ക് വ്യക്തമായിട്ട് വേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഒരു ആത്മീയ അച്ചടക്കം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇന്ന് അനേകർ ആത്മീയരിൽ കാണാത്ത ഒരു കാര്യമാണ് ലാക്ക് ഓഫ് സ്പിരിച്വൽ ഡിസിപ്ലിൻ, ആത്മീയം അച്ചടക്കമില്ലായ്മ. എന്താണ് ആത്മീയം അച്ചടക്കം എന്ന് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു സുവിശേഷത്തിന് അല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിൽ പോവുകയാണെങ്കിൽ ആ പള്ളിയിൽ ഏറ്റവും വിശുദ്ധിയോടെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും വിശുദ്ധിയോടെ നിൽക്കും. സുവിശേഷത്തിന് പോവുകയാണെങ്കിൽ ഏറ്റവും എളിമയോടെ, താഴ്മയോടെ, ഏറ്റവും ഭയഭക്തിയോടെ എല്ലാ വചനം കേട്ട് നമ്മൾ മടങ്ങിപ്പോരും. എന്നാൽ നമ്മളുടെ ഓരോരുത്തരെയും പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ നമ്മൾ പോകുന്നൊരു കടയിലോ, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ കയറുമ്പോഴോ, ട്രെയിനിൽ പോകുമ്പോഴോ, ഫ്ലൈറ്റിൽ കയറുമ്പോഴോ, എവിടെയായിരുന്നാലും അതേ ഒരു അവസ്ഥയിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ചാണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽക്കണം. ജോലി സ്ഥലത്താണെങ്കിലും സുവിശേഷ വേലയിലാണെങ്കിലും, അല്ല നമ്മൾ ആരും കാണാത്ത ഒരു പ്രദേശത്താണ്, ഒരു മനുഷ്യൻ നമ്മളെ അറിയുന്നവരില്ലെങ്കിൽ പോലും അവിടെയെല്ലാം നമ്മൾ യേശുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അതിലൊരു മാറ്റം വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി, അതാണ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, എല്ലാം വേണം. ആ ഒരു രീതിയിലുള്ള ആത്മീയ ജീവിതമാണ് ഇന്ന് അനേകർ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. അവിടെ വ്യക്തമായിട്ട് പറയുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ആരെയാ ഡിസിപ്ലിൻ ചെയ്യുന്ന? ആരെയാ? നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കറിയാം ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് അനുസരണമില്ലാത്തെങ്കിൽ അവർക്ക് എതിരെ ഒരു ഡിസിപ്ലിൻ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിന് വേണ്ടതായ പല ആക്ഷൻസും അവർക്കെതിരെ എടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ വഴക്ക് പറയും. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുவோட വചനത്തിൽ പറഞ്ഞ എന്താണ്? പിതാവാം ദൈവം നമ്മൾ ഓരോരുത്തരെയും ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി ഒരു ആത്മീയമായ അച്ചടക്കം വേണം. എ സ്പിരിച്വൽ
ഡിസിപ്ലിൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണം. ഒന്നാമത് നമുക്ക് എന്താണ് വേണ്ടത്? ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വ്യക്തമായൊരു ആത്മീയ അച്ചടക്കം വേണം. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിയപ്പെട്ടവരെ, കയ്യിൻ്റെയും ഹാബേലിൻ്റെയും ആ വഴിപാടിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ അവിടെ 2 കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് വായിക്കുന്നത് എന്താണ്? ഉൽപ്പത്തി 4:5 പറയും, കയ്യിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, കയ്യിന് ഏറ്റവും കോപമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവിടെ ഹാബേലിൻ്റെ വഴിപാടിലാണ് ദൈവമായ യഹോവ പ്രസാദിച്ചത്. അവിടെ കയ്യിന് ഏറ്റവും കോപമുണ്ടായി. പ്രിയപ്പെട്ടവരെ, കയ്യിന് കോപമുണ്ടാകാൻ കാരണം എന്താണ്? അവിടെ ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട് അവന് കയ്യിനോട് ഒരു അസൂയ തോന്നി. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രതികൂല വികാരങ്ങൾ, ഈ നെഗറ്റീവ് ഇമോഷൻസ്. നമ്മൾ അനേകർ കേട്ടിട്ടുണ്ട് പല ഇമോഷൻസ്. നമുക്കറിയാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ വലിയ പാപങ്ങളിൽ നിന്നാണ് അനേകർ ചിന്തിക്കുന്നത്. ഭാരം വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്പ്, അസൂയ, ദേഷ്യം, അങ്ങനെയുള്ള പല പല സ്വഭാവങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേകർ ചിന്തിക്കുന്നത് ഇതൊന്നും ഒരു പാപമല്ല, ഇതൊന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഏത് മനുഷ്യനാണ് ദേഷ്യം വരാത്ത? ഏത് മനുഷ്യനാണ് ചെറിയ കയ്പ്, ചെറിയൊരു നീരസം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ദയയില്ലാത്തൊരവസ്ഥ? ഇതെല്ലാം ആരുടെ ജീവിതത്തിൽ സാധിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഇതെല്ലാം ഒരു തടസ്സമാണ്. ഇതുപോലത്തെ പ്രതികൂല വികാരങ്ങൾ അതിനെല്ലാം ഒരു തടസ്സമാണ്. എന്താണ് അവിടെ പറഞ്ഞത്? കയ്യിൻ്റെ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, അവൻ്റെ വഴിപാടും പ്രസാദിച്ചില്ല, കയ്യിന് ഏറ്റവും കോപമുണ്ടായി എന്ന്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ അനന്തരഫലം എല്ലാം ഉണ്ടായത്. ഒരു കൊലപാതകം നടന്നു, ആദ്യത്തെ കൊലപാതകം. അവിടെ ഒരു കൊലപാതകം നടന്നു. ഈ കൊലപാതകം നടന്നതിൻ്റെ ആദ്യം എന്താണ്? ചെറിയൊരു അസൂയ തുടങ്ങി, പിന്നെ കോപമായി, പിന്നെ അത് കൊലപാതകത്തിലേക്ക് എത്തി. ഹാബേലിൻ്റെ വഴിപാടിൽ കർത്താവ് പ്രസാദിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇതുപോലെ പ്രതികൂല ഇമോഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വികാരങ്ങളുണ്ടോ എന്ന്. രണ്ടാമത്തെ കാര്യം നമുക്കത് വായിച്ച് കേൾക്കാം. 1 രാജാക്കന്മാർ അതിൻ്റെ 19-ാം അധ്യായം 4-ാമത്തെ വാക്യം. താനോ മരുഭൂമിയിൽ ചെന്നൊരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഏലിയ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? വേറെ ഒന്നുമല്ല. ഇസബേൽ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഭയപ്പെട്ടു പോയി. അവൻ ഭയപ്പെട്ട് ഓടുകയാണ്, ചൂരച്ചെടിയുടെ നടുവിൽ ചെന്ന് പാർക്കുകയാണ്. അവിടെ ഭയത്തിൻ്റെതായ ഒരു വികാരം. ഇതെല്ലാം ഒരാത്മീയരായ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ദേഷ്യ സ്വഭാവം പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ദീർഘക്ഷമയില്ലായ്മ, മറ്റുള്ളവരുടെ കയ്പ്, മറ്റുള്ളവരുടെ ഈർഷ്യ, ഇതെല്ലാം വെച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ആത്മീയ തകർച്ചയ്ക്ക് പ്രിയപ്പെട്ടവരെ, ആത്മീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മീയ തകർച്ചയ്ക്ക് ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കുറേ പ്രതികൂല വികാരങ്ങളാണ് ഇതെല്ലാം. ആത്മീയ വളർച്ചയ്ക്ക് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം സദൃശ്യവാക്യങ്ങൾ 12:25. മനോവ്യസനം ഹേതുവായി മനുഷ്യന് മനസ്സിടിയുന്നു എന്ന്. മനോവ്യസനം നമ്മൾ ആരും ചിന്തിക്കുന്നതാണോ? മനസ്സിനുണ്ടാകുന്ന വിഷമം, ആ മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നുവെന്ന്. ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില പ്രതികൂല വികാരങ്ങളാണ് ഇതെല്ലാം. നെഗറ്റീവ് ഇമോഷൻസ്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ പാപ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഇതുപോലത്തെ അനേക ദയ, അല്ലെങ്കിൽ ഭയം, അതുപോലെ തന്നെ കയ്പ്, അതുപോലെ തന്നെ ഈർഷ്യ, ദേഷ്യം വരുന്ന സ്വഭാവം, കോപ സ്വഭാവം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നാം ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അതെന്താണ്? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയ മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ആദ്യം വഴിയരികെ വീണു, പിന്നെ മണ്ണില്ലാത്ത പാറസ്ഥലത്ത് വീണു, മുള്ളിനിടയിൽ വീണു, നല്ല സ്ഥലത്ത് വീണു. ഈ ലോകത്തിലെ പല പല മോഹങ്ങളും പല പല ഇമ്പങ്ങളും മൂലം ഈ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നത് വേണ്ട എന്ന് ചിന്തിക്കുന്ന പലരും. ലോകസ്നേഹം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമുക്കറിയാം, തിരുവനന്തപുരത്തിൽ 1 യോഹന്നാന്റെ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയും. എന്താണ് പറയുന്നത്? വേറെ ഒന്നുമല്ല, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന്. ഇന്ന് ഞാൻ അനേകരാത്മീയർ വളരാതിരിക്കുന്നതിനുള്ള കാരണം ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, നമ്മൾ സുവിശേഷത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്കെല്ലാം പങ്കെടുക്കുമ്പോൾ ഏറ്റവും ഭവ്യതയോടെയും എളിമയോടെയും കടന്നു വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലിരിക്കുന്നു. എന്നാൽ ആ പ്രയർ ഫെലോഷിപ്പിൻ്റെ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, അല്ല പ്രിയപ്പെട്ടവരെ, ഒരു ചർച്ചിൽ, ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ ആ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്താണ് പറയുന്നത്, എനിക്കിന്നും ഓർക്കുന്നുണ്ട്, പള്ളിയിലെ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം അവിടെയുള്ള തിയേറ്ററിലെ
ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ ഓടുന്ന തിയേറ്റർ ഏതാണ് എന്ന് നോക്കിക്കൊണ്ട് ഓടിക്കിടന്നൊരു കാലം പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് അനേകരെ പ്രിയപ്പെട്ടവരെ പുറമേ ആ ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പലപലമായ കാര്യങ്ങളിലേക്കെല്ലാം ഇടപെട്ട്, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പന്തലിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ലോകത്തിലെ പല പല കാര്യങ്ങൾ ചിന്തിച്ച് അതിലേക്ക് ആകുലപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും മോഹങ്ങളിലേക്കും ഇറങ്ങിപ്പോകുന്നു. അതിന് ഇന്ന് ഞാൻ പറയും, പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉപകരണമാണ് ഈ ഫോൺ, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വാട്സപ്പ് എന്നുള്ളതെല്ലാം. ഇന്ന് ആത്മീയരെ അനേകരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ, പിശാചിൻ്റെ തന്ത്രപരമായ ഒരു മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോൺ. നമുക്ക് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും 10 മിനിറ്റ് ആണെങ്കിലും നമ്മൾ ആ ഫോണിലൂടെ നോക്കും. അനേകരിന്ന് പല വീഡിയോസ് എല്ലാം കണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനിത് പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ നിന്നും ആ കുറവ് പരിപൂർണമായി മാറണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് പലരും ഫോണിനെല്ലാം അഡിക്റ്റ് ആയിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്, ചില കുഞ്ഞുങ്ങളെല്ലാം ഫോണൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവരെ ഒരു 5 ദിവസം പട്ടിണി കിടന്നൊരവസ്ഥയാണ് ആ കുഞ്ഞുങ്ങൾ. ആ ഫോൺ കിട്ടാതെ അവർക്കൊരു സ്വസ്ഥയും സമാധാനവുമില്ല. ഈ ലോകസ്നേഹം, വേൾഡി ഡിസ്ട്രാക്ഷൻസ്, ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നവരാണോ? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ വാക്യം അതിപ്രകാരം പറയും. എന്താണ്? വേറൊന്നുമല്ല, കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു എന്ന്. ഇന്ന് അനേകർ അങ്ങനെയാണ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പല പ്രതിസന്ധികളും ടെൻഷൻസ് എല്ലാം മനസ്സിലെടുത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹിമാണ്ട സാക്ഷികളാണ്. ഒരു കാര്യം ഇപ്രകാരം ചിന്തിക്കേണ്ടായി, വേറൊന്നുമല്ല, യേശു ക്രിസ്തു വ്യക്തമായ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവന് ഒരു വറിയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ അവന് വേറെ ഒന്നും, ഒരു ഈർഷ്യയുടെ അല്ലെങ്കിൽ പലതിനെ ചൊല്ലി വിചാരപ്പെടേണ്ടതായ ഒരു ആവശ്യം എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. കാരണം യേശു ക്രിസ്തുവാണ് എന്നെ നടത്തുന്നത്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരമാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നൊരു ബോധ്യമുള്ളൊരു വ്യക്തിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നത് എന്ത്? വേൾഡി ഡിസ്ട്രാക്ഷൻസ്. ഇനിയുള്ള കാര്യം ഏറ്റവും ഭയാനകമായ ഒരു കാര്യമാണ്. അനേകരുടെ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ്. എന്താണ്? അഹങ്കാരം, അല്ലെങ്കിൽ സംശയം, അല്ലെങ്കിൽ സ്വയം. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ കാര്യം എന്താണ്? അഹങ്കാരം, അല്ലെങ്കിൽ സ്വയം, അല്ലെങ്കിൽ സംശയം. പ്രൗഡ് ആൻഡ് സോറോ, അല്ലെങ്കിൽ ഡൗട്ട്. പ്രൗഡ് ആൻഡ് ഡൗട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം അതിപ്രകാരമാണ്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പരീശൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് നാം പറഞ്ഞത്. ചുങ്കക്കാരനെ പരീശന്റെ എല്ലാവർക്കും അറിയുന്നൊരു വേദഭാഗമാണ് അവിടെ. പരീശൻ പറയുകയാണ്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ മറ്റുള്ളവർ അനേകരെ കുറവുകളും കുറ്റങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവനെ പോലെയൊന്നുമല്ല, അവൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ കുറവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കും, അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും അവൻ തെറ്റിലൂടെയാണ് പോകുന്നത്. പരിശുദ്ധാത്മാവിനെതിരെയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അവരെ തെറ്റുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ കുറവുകളിലേക്കോ നോക്കിക്കൊണ്ട് നമ്മുടെ തന്നെ മറ്റുള്ളവരെ ശോധന ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ കോലിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുന്ന ഒരു സ്വഭാവം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അഹങ്കാരവും സംശയവും നമ്മുടെ ഉള്ളിലുണ്ടോ? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരൻ എന്താണ് ചെയ്തത്? ദൂരെ മാറിയുന്നുണ്ട്. കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു. പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന്. ഒരു യഥാർത്ഥമായ ഒരു ആത്മീയൻ്റെ ലക്ഷണം അതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മറ്റുള്ളവരെ ചെറിയ കുറവുകളും കുറ്റങ്ങളും എല്ലാം മറ്റുള്ളവരോടായിട്ട് ആത്മീയ സഹോദരന്മാരോടെല്ലാം ഷെയർ ചെയ്ത് നടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാലേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന്
അവൻ അവരോട് പറഞ്ഞു. ദിദിമോസ് എന്ന് തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. തോമസ് പറയുകയാണ് വ്യക്തമായിട്ട് എന്താണ് അവിടെ സംശയമാണ്. ശിഷ്യന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. എന്നാൽ അവിടെ പറയുന്നത് എന്താണ്? ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് ആണിപ്പഴയിലൂടെ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന്. ഈ സ്വർഗത്തിലെ വചനം നമ്മൾ പലരും കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളത് പലതും ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. അനേകർക്കുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പലരും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണോ, ഇങ്ങനെയൊക്കെ നടക്കുവോ, പല സംശയങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയൊരു പാവമാണ്. കാരണം ഈ ആദ്യം പറഞ്ഞത് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും കാര്യത്തിൽ പറഞ്ഞപ്പോൾ പരീശൻ പറയുകയുണ്ടായി ഞാൻ അവനെ പോലെ അല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അതെന്താണ്? അത് സെൽഫാണ്, സ്വയമാണ്. ഐ ആം സമ്മൺ സ്പെഷ്യൽ, എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലെല്ലാം കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ഞാനും ചിന്തിച്ചു എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പല സംശയങ്ങളും പല പ്രൗഡും അല്ലെങ്കിൽ അതുപോലെ തന്നെ പല സ്വയത്തിൻ്റെതായ ബന്ധനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതാണ്ടൊക്കെ ആയി. അത്യാവശ്യം വചനമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെയെല്ലാം നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആത്മീയനായി എന്നുള്ളൊരു അവസ്ഥയിൽ. എന്നാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ്, നീ ഒന്നുമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്നൊരു കാര്യമാണ് നീ ഒന്നുമായിട്ടില്ല എന്നുള്ളൊരു ബോധ്യം. നമ്മൾ ആത്മീയരായ അനേക ദൈവമക്കളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം വളരും തോറും കുറയുന്നൊരവസ്ഥ. ആത്മീയത്തിൽ വളർച്ച പ്രാപിക്കണമോ, നീ ഏറ്റവും താഴ്ന്നവരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ പറഞ്ഞത്? അഹങ്കാരവും സംശയവും സ്വയവും. പ്രിയപ്പെട്ടവരെ, അവിടെ വീണ്ടും വായിച്ച് കേൾക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 14:30 എന്നാൽ അവൻ കാട്ട് കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. നീ എന്തിനു സംശയിച്ചു എന്ന് പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു കടലിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് ചോദിക്കേണ്ടായി എനിക്കും അങ്ങനെ നടക്കാൻ സാധിക്കുമോ എന്ന്. യേശു ക്രിസ്തു പറഞ്ഞു നിനക്ക് നടക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ അവൻ നടന്നു തുടങ്ങിയപ്പോൾ അവൻ മുങ്ങിത്താഴ്ന്നൊരവസ്ഥയുണ്ടായി. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന്. ഇന്ന് അനേകരെ സംശയത്തിൻ്റെ നിഴലിൽ അങ്ങനെ തന്നെയൊക്കെയാണോ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴലിലാണ് ഈ ആത്മീയത്തിൽ ഗോളത്തിൽ നിൽക്കുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ വളർച്ചയ്ക്ക് സാധ്യമാക്കാത്ത ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് ഞാൻ പറയും. എൻ്റെ ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകര് സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ തന്നെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ പല പല സംശയങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൗഡ് വെച്ചുകൊണ്ടെല്ലാം ജീവിക്കുന്നു. ആത്മീയത്തിൽ ഒരു കാരണവശാലും അതൊന്നും വളരാൻ സമ്മതിക്കുന്ന കാര്യങ്ങളല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു അതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. അത് സദൃശവാക്യം 28:13 തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു പാപമാണ് ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറയാത്തത്. അൺറിസോൾവ്ഡ് സിൻസ്. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പരിപൂർണമായിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കണം. വേറെ ഒരു കാര്യമാണ് യിരെമ്യാ പ്രവാചകൻ 1:7 അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത് ഞാൻ ബാലൻ എന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്നു. ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ജനിക്കുന്നതിന് മുമ്പേ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചതാണ് യിരെമ്യാ പ്രവാചകൻ. ആ പ്രവാചകൻ പറയുകയാണ്, എന്താണ് അവിടെ പറയുന്നത്? ഞാൻ നിന്നെ അയക്കുന്നു, ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണമെന്ന് അവിടെ പറയുകയാണ്. എനിക്കതിന് കഴിവില്ല, ഞാനൊരു ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നെല്ലാമാണ് അവിടെ പറയുന്നത്. അപ്പോൾ യഹോവയായ ദൈവം പറയുകയാണ് മനുഷ്യരെ ഭയപ്പെടരുതെന്ന്. നമുക്കൊരു ഭയത്തിൻ്റെതായ ഒരു വലിയ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയ വളർച്ചയ്ക്ക് അതൊരു തടസ്സമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുള്ളൂ. ഈ മനുഷ്യരിലോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരിലോ ഒന്നും നമ്മുടെ ആശ്രയം പോകരുത്. മനുഷ്യഭയം ഒരു കെണിയാണെന്നുള്ളത് നമുക്കറിയാം. ഓരോ വ്യക്തികളും ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ തക്കോണം. കാരണം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് യേശു ക്രിസ്തു ആണെന്നുള്ള പരിപൂർണമായ ഒരു ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ യേശുവിൻ്റെ പിറകെ പോകുന്ന ഒരു വ്യക്തിക്കും ഭയം വേണ്ട. കാരണം ഭയപ്പെടേണ്ടതായ ഒരു കാര്യവുമില്ല. നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. മനുഷ്യപ്രീതിയോ മനുഷ്യഭയമൊന്നും നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ആത്മീയത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കുകയില്ല.
എന്നാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളണമെന്നുള്ള തിരുവചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ വഴി നടത്തുന്ന ദൈവമക്കളെ നമ്മളെ ഏറ്റവും കൂടുതൽ മാനിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മാനിക്കുന്ന പോലെ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഒന്നാം സ്ഥാനം യേശു ക്രിസ്തുവിനെ, നമ്മളെ വഴി നടത്തുന്നവരെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. കാരണം അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടതായ പ്രബോധനങ്ങളെ ചോദിച്ചു മേടിച്ചു തരുന്നു. ഭയത്തിൻ്റെതായ ബാധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. എന്നാലാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മൾക്ക് ആത്മീയ വളർച്ച നടത്തുവാൻ സാധിക്കുകയുള്ളൂ. വേറൊരു കാര്യം എന്താണ്? സദൃശ്യവാക്യം എൻ്റെ 12-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടി വരുമെന്ന്. മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടി വരും. മടി, ലേസിനെസ്, ജീവിതത്തിൽ മടി വരിക. പല കാര്യങ്ങളും നമ്മൾ പല ഉദാഹരണങ്ങളെല്ലാം തിരുവചനത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, 2 ശമൂവേൽ 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം: ഒരു നാൾ സന്ധ്യാകാരായപ്പോൾ ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയാണ്. ഞാൻ തുടർന്ന് വായിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയും ഭാഗം പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായി നിങ്ങൾക്ക് ആ സാഹചര്യമെല്ലാം മനസ്സിലായി കാണും. നമ്മളോട് വചനത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ രാവിലെയും വൈകുന്നേരത്തും ഉച്ചയ്ക്കുമെല്ലാം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവപുരുഷൻ, പ്രിയപ്പെട്ടവരെ, ആ ദൈവപുരുഷൻ അന്ന് ലേസിനെസ്, മടിയോടുകൂടി ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പാപം കയറി പിടിച്ചത്. ആ സ്ത്രീ കുളിക്കുന്നത് നോക്കേണ്ടതായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവിടെ ഉലാത്തിക്കൊണ്ടിരുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, പല ഒഴിവുകളെല്ലാം പറഞ്ഞ് പല മടിയുള്ള സമയത്ത് നമ്മൾ ചുമ്മാ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ ഫോണിൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫോണിലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം നമ്മൾ ഓരോരുത്തരും വഴി കൊടുക്കുന്ന ഒരു സമയമാണ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ്? നമ്മൾക്ക് ഇന്ന് അനേകര് പല രീതിയിലും പറയുന്നൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ അതിപ്രകാരമാണ്: അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു എന്ന്. അൺഫോർഗീവ്നെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ വഹിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ സ്വന്തം സഹോദരൻ എന്തെങ്കിലും ഒരു തെറ്റുകളോ കുറ്റങ്ങളോ അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. വെറും ഭൂമിയിലെ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് ആത്മീയ വളർച്ചയ്ക്ക് ഒരു തടസ്സമാണ് കേട്ടോ. ഒന്ന്, ആത്മീയ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. വ്യക്തമായ ഒരു ലാക്ക് ഓഫ് സ്പിരിച്വൽ ഡിസിപ്ലിൻ വേണം. പ്രതികൂല വികാരങ്ങളെ നാം മാറ്റിയെടുക്കണം. നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ആ ലോകസ്നേഹം നമ്മൾ മാറ്റിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും എന്താണ്? അഹങ്കാരം, സ്വയം, സംശയം, ഇതുപോലത്തെ അനേക പാപ സ്വഭാവങ്ങളാണ് ഇന്ന് ആത്മീയരെല്ലാം താഴ്ന്നു കിടക്കാനായിട്ട്. സ്വയം, അതുപോലെ തന്നെ സംശയം, അതുപോലെ തന്നെ അഹങ്കാരം, ഇതെല്ലാമാണ്. പിന്നീട് എന്താണ് നമ്മൾ കേട്ടത്? ഏറ്റുപറയാത്ത പാപങ്ങൾ, അൺഫോർഗീവ്നെസ് സിൻസ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് നിരപ്പാകണം. പിന്നെ എന്താണ് നാം കേട്ടത്? ഭയം, ഫിയർ. ഒരു മനുഷ്യ ഭയമില്ലാതെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു ലേസിനെസ്, മടി. പ്രിയപ്പെട്ടവരെ, മടി കൂടാതെ ഒരു 10 മിനിറ്റ് ആണെങ്കിലും കിട്ടിയാൽ യേശുവിന്റെ നാമമാത്രത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. മടിയെ മാറ്റിവെക്കണം. അവസാനമായി നാം കേട്ടു ക്ഷമിക്കാതിരിക്കുന്നത്, അൺഫോർഗീവ്നെസ്. ക്ഷമിക്കാതിരിക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും വലിയൊരു തടസ്സമാണ്. ക്ഷമിക്കാതിരിക്കുക എന്ന് ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുകയാണ്. ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ എല്ലാ പാപങ്ങളെക്കുറിച്ചും നിങ്ങൾ കേട്ടു. ഇനി അനേകം പാപങ്ങളുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ ഇത് ഏറ്റുപറയുക. ജീവിതത്തിൽ ഈ കിടക്കുന്ന എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ യേശുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവുമായിട്ട് നിരപ്പാകാൻ നമ്മൾ ഓരോരുത്തരും ഉത്സാഹിക്കുക. ഞാനിവിടെ നിർത്തുന്നു. ദൈവത്തിനാം മാത്രം മഹത്വപ്പെടാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.